നമ്മുടെ കർത്താവിൻ്റെ ക്രൂശുമരണവും ഉയർത്തെഴുന്നേൽപ്പും ആസ്പദമാക്കി 50 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവചന ധ്യാന നാളുകൾ ഇന്ന് ആരംഭിക്കുകയാണ്. വലിയ നോയമ്പിലെ 1-ാം ദിനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ഇന്ന് നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ആദ്യമായി നടക്കുന്ന അടയാളം എന്ന നിലയിലാണ് വിശുദ്ധ യോഹന്നാൻ സുവിശേഷകൻ ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3-ാം നാൾ കാനാവിൽ ഒരു കല്യാണം. ആ കല്യാണ ഭവനത്തിൽ യേശുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ അമ്മ മറിയ അവിടെ സന്നിഹിതയായിരുന്നു. വിരുന്ന് ഭവനം സന്തോഷത്തിൻ്റെ ഇടമാണ്, ആഹ്ലാദത്തിൻ്റെ അവസരമാണ്. ബന്ധുമിത്രാദികളും ചാർച്ചക്കാരും സ്നേഹിതരും ഒത്തുകൂടുന്ന മനോഹരമായ ഒരാഘോഷം. എന്നാൽ ആഘോഷത്തിൻ്റെ മധ്യേ വിരുന്നിലെ പ്രധാന ഇനമായ വീഞ്ഞു തീർന്നു എന്നുള്ള വസ്തുത യേശുവിൻ്റെ അമ്മ മറിയ എങ്ങനെയോ മനസ്സിലാക്കുകയാണ്. ഒരുപക്ഷെ യേശുവിൻ്റെ അമ്മ മറിയ ആ ഭവനവുമായി വളരെ അടുത്ത് ഇടപഴകുന്ന വ്യക്തിയായിരുന്നിരിക്കുക. ഒരു ഭവനത്തിൽ പ്രത്യേകം ക്ഷണിച്ച് വന്നിരിക്കുമ്പോഴും ആ ഭവനത്തെ ഉള്ളതുപോലെ മനസ്സിലാക്കുവാൻ ആ അമ്മ മറിയ കാട്ടുന്ന ശുഷ്കാന്തി വളരെ ശ്രദ്ധേയമാണ്. ഇല്ലായ്മ മനസ്സിലാക്കി അത് കൊട്ടിഘോഷിക്കുകയല്ല, അതിന് പരിഹാരം നൽകുവാൻ ശേഷിയുള്ളവൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് തിരിച്ചറിഞ്ഞ അമ്മ മറിയ തൻ്റെ പുത്രനായ യേശു കർത്താവിൻ്റെ അരികിൽ ഈ കുറവ് അറിയിക്കുകയാണ്. അവർക്ക് വീഞ്ഞു തീർന്നുപോയിരിക്കുന്നു. അത് കേട്ട മാത്രയിൽ എനിക്കും നിനക്കും തമ്മിൽ എന്ത്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് യേശു പറയുകയാണ്. അവിടെ നാഴിക എന്ന് പറയുന്നത് വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുന്ന നാഴികയെക്കുറിച്ചല്ല. തൻ്റെ പിതാവ് ഏതൊരു ഉദ്ദേശത്തോടുകൂടെ തന്നെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു, ആ ഉദ്ദേശ നിവൃത്തീകരണമാണ് തൻ്റെ സമയം, തൻ്റെ നാഴിക. എങ്കിലും അമ്മ അവിടെ നിന്ന് പരിചാരകർക്ക് നൽകുന്ന നിർദ്ദേശം ശ്രദ്ധേയമാണ്. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ ഔവണ്ണം ചെയ്യുകയും. അവരുടെ പ്രതീക്ഷ അസ്ഥാനത്തായില്ല. യേശു പരിചാരകരോട് പറയുന്നു, അവിടെ ഇരിക്കുന്ന കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുക. യഹൂദ പാരമ്പര്യം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രങ്ങൾ ദേഹശുദ്ധി വരുത്തുന്നതിന് വേണ്ടി ഓരോ യഹൂദ ഭവനത്തിലും സൂക്ഷിച്ചിരുന്നതാണ്. കൽപാത്രമുണ്ട്, എന്നാൽ അതിന് വെള്ളമില്ലാത്ത അവസ്ഥ. എല്ലാം ഉണ്ടെന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കുക, ഉണ്ടായിരിക്കേണ്ടത് ഇല്ലാതിരിക്കുന്ന ഒരു ശൂന്യത. അതുകൊണ്ടാണല്ലോ കർത്താവ് പരിചാരകരോട് വെള്ളം നിറപ്പിൻ എന്ന് പറഞ്ഞത്. കേട്ട മാത്രയിൽ അതുവരെ ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന പരിചാരകർ ഒരു പരിഭവവും കാട്ടാതെ ഉടൻ അനുസരിക്കുകയാണ്. ആ നിർദ്ദേശിച്ച ജോലി വളരെ ഭംഗിയായി അവർ ചെയ്തു. വക്കോളവും നിറച്ചു. അനുസരണം അനുഗ്രഹത്തിൻ്റെ ചവിട്ടുപടിയാണ്. ഈ വലിയ സംഭവത്തിൽ യേശുവിൻ്റെ അമ്മ മറിയ ഇടപെടുന്നു, യേശു ഇടപെടുന്നു, പരിചാരകർ ഇടപെടുന്നു. ദൈവം തമ്പുരാൻ്റെ അത്ഭുതം ഏകപക്ഷീയമായിട്ടുള്ള അത്ഭുതമല്ല, എല്ലാവരുടെയും ഒത്തുചേർന്നുള്ള ഇടപെടലുകളിലൂടെ നടക്കുന്ന രൂപാന്തരത്തിൻ്റെ വലിയ സംഭവമാണ്. പിന്നീട് ഈ കോരി നിറച്ച പാത്രത്തിൽ നിന്നും മണവാളൻ്റെ ശ്രദ്ധയിലേക്ക്, വിരുന്നുവാഴിയുടെ ശ്രദ്ധയിലേക്ക് അത് കോരി കൊണ്ട് കൊടുക്കുമ്പോൾ അവർ രുചിച്ചു നോക്കി അത്ഭുതം കൂറി പറയുന്നു, ഇതെത്രയോ മേൽത്തരമായിരിക്കുന്നു. പതിവിൻ പ്രകാരം ആദ്യം നല്ലതും
പിന്നീട് എളുപ്പമായതും കൊടുക്കുന്ന ആ രീതി അവലംബിച്ചു വന്ന സമൂഹം വേറൊരു വഴിത്താരയിലൂടെ അതിനെ നോക്കിക്കാണുകയാണ്. എപ്പോഴും നല്ലത് സൂക്ഷിച്ച് കൂടുതൽ മേൽത്തരമായതിനു വേണ്ടി നമ്മിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ദൈവപുത്രൻ ഉദാത്തമായിരിക്കുന്ന വീഞ്ഞ് അവർക്ക് നൽകുകയാണ്. വർദ്ധമാനമായ വീര്യവും രുചിപ്രദവുമായ ശ്രേഷ്ഠ വീഞ്ഞ് നൽകുന്നതിലൂടെ ജീവിതത്തിൽ ഇതുവരെ നാം അനുഭവിച്ചിട്ടുള്ളതിനേക്കാൾ മേൽത്തരമായ കാര്യങ്ങൾ അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ അവസരം നൽകും എന്നുള്ള വലിയ പ്രതീക്ഷ നമ്മിൽ നൽകുകയാണ്. വിരുന്നുവാഴി രുചി നോക്കുന്ന ഒരു കാര്യം അവിടെ നാം ശ്രദ്ധിക്കുന്നു. നമ്മെ നിരന്തരം ശ്രദ്ധിക്കുന്നതായുള്ള സമൂഹം ചുറ്റുപാടുമുണ്ട്. നാം എത്രമാത്രം ശ്രേഷ്ഠതയുള്ളവരാണ്, എത്രമാത്രം മെച്ചപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമകളാണ് എന്ന് ചുറ്റുപാടുകളാണ് വിലയിരുത്തുന്നത്. നാം നമ്മെ തന്നെ സാക്ഷ്യപ്പെടുത്തുകയല്ല, ചുറ്റുപാടുമുള്ളവർ നമ്മെ സാക്ഷ്യപ്പെടുത്തുകയാണ്. രുചിച്ചു നോക്കി മേൽത്തരമെന്ന് പറഞ്ഞു നമ്മെ മറ്റുള്ളവർ ദൈനംദിനം ഇടപെട്ട് മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ നാം ഇന്നലെയേക്കാൾ ഇന്നും ഇന്നേക്കാൾ നാളെയും മെച്ചപ്പെട്ടവരായിരിക്കുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നൽകുന്നതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. ഇവിടെ ഈ സംഭവത്തിലൂടെ സൃഷ്ടിക്കുണ്ടാകുന്ന രൂപാന്തരത്തെ എടുത്തു പറയുകയാണ്. സൃഷ്ടിക്ക് മുഴുവനായിട്ടുള്ള രൂപാന്തരം അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ കർത്താവിൻ്റെ ക്രൂശുമരണവും ഉയർത്തെഴുന്നേൽപ്പും. ആ ഒരു ക്രൂശുമരണത്തിലൂടെയും ഉയർപ്പിലൂടെയുമുള്ള ആ രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് ഒരുക്കുന്ന ഈ നാളുകൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ശിക്ഷണപ്പെടുത്തി വിശുദ്ധിയോടെ ജീവിത വൃതത്തോടുകൂടെ മുന്നോട്ട് പോകുവാൻ ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ വർഷത്തെ വലിയ നോമ്പാചരണം നമ്മെ എല്ലാ പ്രകാരത്തിലും ധന്യതയാർന്ന ജീവിതത്തിലേക്ക് നയിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ നോമ്പിൻ്റെ എല്ലാ ആശംസകളും എല്ലാ യുവജനങ്ങളും എല്ലാ പ്രിയപ്പെട്ടവർക്കും നേരുന്നു. ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.